Nios Max Class 10 Chapter 7 Arithmetic Progression Part 1 Some Number Patterns. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് അരിത്മെറ്റിക് പ്രോഗ്രഷനെ കുറിച്ചാണ്. നമ്മൾ സർവ്വസാധാരണ പല എക്സാമുകളിലൊക്കെ കാണുന്നതാണ് ഒരു പാറ്റേണുകളെ കുറിച്ച്. ഒരു നിശ്ചിത സംഖ്യകളുടെ പാറ്റേൺ തന്നിട്ട് അടുത്ത പാറ്റേൺ ഈ പാറ്റേണിൽ എനിക്ക് ഈ ലിസ്റ്റിൽ അടുത്ത പാറ്റേണിൽ വരുന്ന സംഖ്യ ഏതാവും എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളും ഒക്കെ നമുക്ക് സാധാരണഗതിയിൽ മത്സര പരീക്ഷകളിലൊക്കെ നമ്മൾ സാധാരണ ഫേസ് ചെയ്യാറുള്ളതാണ്. അപ്പോൾ ഇതിലൂടെ അതുമായി ബന്ധപ്പെട്ടുള്ള അരിത്മെറ്റിക് പ്രോഗ്രഷനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതിന് ആദ്യ പാർട്ട് വീഡിയോ ആണ്. ഇപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ നമ്മളൊരു പാറ്റേൺ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ലെറ്റസ് കൺസിഡർ സം എക്സാമ്പിൾ. റിസർവ് ഡെപ്പോസിറ്റ്സ് ₹1,000 in a bank at the simple interest of 10% per annum. The amount at the end of the first, second, third and fourth year in rupees will be respectively 1,100, 1,200, 1,300, 1,400. ഒരാൾ 1000 രൂപ ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. 10% പലിശക്കാണ് ഡെപ്പോസിറ്റ് ചെയ്തത്. ഓരോ വർഷം 1,200, 1,200, ഓരോ വർഷം കഴിയുമ്പോൾ ആദ്യത്തെ വർഷം 1,200, രണ്ടാമത്തെ വർഷം 1,200, മൂന്നാമത്തെ വർഷം 1,300, 1,400, ഇങ്ങനെ ഒരു ഇതിലാണ് അവർക്ക് പലിശ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. Do you observe any pattern? You can see that the amount increases every year by a fixed amount of Rs100. ഈ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓരോ വർഷവും കൂടി വരുന്നത് ഒരു 100 രൂപയാണ് എന്നുള്ളത്. അത് നിശ്ചിത ഒരു പാറ്റേണിലാണ് കൂടി വരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ വരുമ്പോൾ ദ നമ്പേഴ്സ് ഇൻ എ ലിസ്റ്റ് ആർ ജനറലി ഡിനോട്ടഡ് ബൈ എ. സാധാരണഗതിയിൽ ഇങ്ങനെ പാറ്റേണിൽ വരുന്ന നമ്പറുകൾ നമ്മൾ എ എന്നുള്ള അക്ഷരം വെച്ചാണ് നമ്മൾ സൂചിപ്പിക്കാറുള്ളത്. അപ്പോൾ A1, A2, A3 എന്നുള്ളത് N എന്നുള്ള ഒരു പാറ്റേണിനെ നമ്മൾ എ എന്നുള്ള സംഖ്യ കൊണ്ട് സൂചിപ്പിക്കാറുള്ളത്. അല്ലെങ്കിൽ T1, T2, T3 എന്നുള്ള രൂപത്തിൽ നമ്മൾ സൂചിപ്പിക്കാറുണ്ട്. വി സംടൈംസ് കാൾ ഈച്ച് ഓഫ് ദീസ് ലിസ്റ്റ് ആസ് സീക്വൻസ് ഓർ പാറ്റേൺ ഓഫ് നമ്പേഴ്സ്. നമ്മൾ പലപ്പോഴും ഈ സംഖ്യകളൊക്കെ ഈ തരത്തിലുള്ള സംഖ്യകളെ നമ്മൾ വിളിക്കുന്നത് പാറ്റേണുകൾ എന്ന് അല്ലെങ്കിൽ സീക്വൻസുകൾ എന്നുള്ള രൂപത്തിലാണ് സാധാരണ ഇത്തരം സംഖ്യകളെ വിളിക്കാറുള്ളത്. അരിത്മെറ്റിക് പ്രോഗ്രഷൻ ഏതായാലും ചില ഉദാഹരണങ്ങളിലൂടെ നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ, ഏതൊക്കെയാണ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആവാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. എക്സാമ്പിൾ 7.1 in the following list of numbers find which are arithmetic progression. In case of AP find their respective first terms and common difference. ഇവിടെ നമ്മൾ ഏതായാലും ഒരു 4 ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ഉദാഹരണങ്ങളിൽ ഏതൊക്കെയാണ് അരിത്മെറ്റിക് പ്രോഗ്രഷനിൽ വരുന്നത്, അരിത്മെറ്റിക് പ്രോഗ്രഷനിൽ ഏതൊക്കെയാണ്, അതിൻ്റെ കോമൺ ഡിഫറൻസ് ഏതെല്ലാമാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഇനി നമുക്ക് നോക്കുന്നത്. ഫസ്റ്റത്തെ പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 2, 7, 12, 17, 22 എന്നുള്ള പാറ്റേണാണ്. രണ്ടാമത്തേത് 4, 0, -4, -8, -12. മൂന്നാമത്തേത് 3, 7, 12, 18, 25. നാലാമത്തേത് 2, 6, 18, 54, 162 എന്നുള്ള പാറ്റേണാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കാണാനുള്ളത് ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എന്താണ് എന്നുള്ളതും, ഇത് അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണെങ്കിൽ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എന്താണ് എന്നുള്ളതും, അതുപോലെ നമുക്ക് കാണാനുള്ളത് ഇതിൻ്റെ ഫസ്റ്റ് ടേം ഡിഫറൻസ് കാര്യങ്ങളൊക്കെയാണ് കാണാനുള്ളത്. ആദ്യത്തെ ഉദാഹരണത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇറ്റ് ഈസ് എൻ അരിത്മെറ്റിക് പ്രോഗ്രഷൻ. ഇതൊരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണ് നമുക്ക് പറയാം. കാരണം എന്താ വെച്ചാൽ നമുക്ക് തന്നിട്ടുള്ള ഉദാഹരണം എന്നുള്ളത് 7 ഇവിടെ 2, 7, 12, 17, 22 എന്നുള്ളതാണ്. ഇതിൽ 7 - 2 = 5, 12 - 7 = 5, 17 - 12 = 5, 22 - 17 = 5. ഓരോന്നും അതിൻ്റെ തൊട്ട് മുമ്പുള്ള സംഖ്യയുമായി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഉത്തരം ഒരു 5 ആണ്. എല്ലാറ്റിലും 5 ആണ് ഉത്തരം കിട്ടുന്നത്. ആദ്യത്തേൽ 5 ആണ്, രണ്ടാമത്തേൽ 5 ആണ്, മൂന്നാമത്തേലും ഒക്കെ 5 ആണ്. Thus each term except the first is obtained by adding 5 to its previous terms. അപ്പോൾ ഒന്നാമത്തെ സംഖ്യ ഒഴികെ ഒന്നാമത്തെ വന്നിട്ടുള്ളത് 2 ആണ്.
ആ 2 ഒഴികെ ബാക്കി എല്ലാ സംഖ്യകളും തൊട്ട് മുമ്പുള്ള സംഖ്യയോട് 5 കൂട്ടുമ്പോഴാണ് തൊട്ട് ശേഷമുള്ള നമ്പറിൽ ലഭിക്കുന്നത്. ഇപ്പോൾ 2നോട് 5 കൂട്ടിയപ്പോഴാണ് 7 ലഭിക്കുന്നത്. ഇവിടെ 2നോട് 5 കൂട്ടിയപ്പോഴാണ് 7, 7നോട് 5 കൂട്ടിയപ്പോൾ 12, 12നോട് 5 കൂട്ടിയപ്പോൾ 17, 17നോട് 5 കൂട്ടിയപ്പോൾ 22. ഇങ്ങനെ രൂപത്തിലാണ് ഈ പാറ്റേൺ പോകുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിൻ്റെ ഫസ്റ്റ് ടേം ഈസ് ഇക്വൽ ടു 2. ഇതിൻ്റെ ഫസ്റ്റ് ടേം നമ്മൾ പറഞ്ഞു, ഫസ്റ്റ് ടേമിനെയാണ് നമ്മൾ എ എന്നുള്ള ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. എ ഈസ് ഇക്വൽ ടു 2. ഈ ഒരു പാറ്റേണിൽ 2 ആണ് ഫസ്റ്റ് വരുന്നത്. ആൻഡ് കോമൺ ഡിഫറൻസ് ഡി ഈസ് ഇക്വൽ ടു 5. ഡി എന്നുള്ളത് കോമൺ ഡിഫറൻസിനെ സൂചിപ്പിക്കുന്ന പദമാണ്, ലെറ്ററാണ്. അപ്പോൾ ഇതിൽ കോമൺ ഡിഫറൻസ് എന്നുള്ളത് 5 ആണ്. കാരണം എല്ലാറ്റിനും തൊട്ട് ശേഷമുള്ള സംഖ്യ മൈനസ് ചെയ്തപ്പോൾ നമുക്ക് 5 ആണ് ലഭിക്കുന്നത്. നമുക്ക് രണ്ടാമത്തെ ഒരു ഉദാഹരണം നോക്കാം. വി ഒബ്സർവ് ദാറ്റ്. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു ഒന്ന് നോക്കാം. 4 0 -4 -8 -12 എന്നുള്ളതാണ് പാറ്റേൺ. ഫസ്റ്റ് സംഖ്യ 4 ആണ്. ഇനി ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. 0 - 4 രണ്ടാമത്തെ സംഖ്യ ആയിരുന്നു 0. അതിൽ നിന്ന് -4 ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഉത്തരം -4 ആണ്. ദെൻ -4 - 0 ഈസ് ഇക്വൽ ടു -4. -8 -4 ഈസ് ഇക്വൽ ടു -4. -12 -8 ഈസ് ഇക്വൽ ടു -4. അത് ഇതിൻ്റെ ഒരു പാറ്റേൺ, ഇതൊരു നിശ്ചിത പാറ്റേണിലാണെന്ന് നിങ്ങൾക്ക് ഇത് കണ്ടപ്പോഴേ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇറ്റ് ഈസ് എൻ അരിത്മെറ്റിക് പ്രോഗ്രഷൻ. അതുകൊണ്ട് ഇത് എല്ലാറ്റിനെയും ഡിഫറൻസ് കോമൺ ആയതുകൊണ്ട്, ഡിഫറൻസ് സെയിം ആണ്, എല്ലാറ്റിനും ഒരേ ഡിഫറൻസ് ആയതുകൊണ്ട് തന്നെ ഇതും അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ എ ഈസ് ഇക്വൽ ടു 4. ഇത് ഫസ്റ്റ് തുടങ്ങിയ സംഖ്യ എന്നുള്ളത് എ ഈസ് ഇക്വൽ ടു 4 ആണ്, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് ഈസ് ഇക്വൽ ടു ഡി ഈസ് ഇക്വൽ ടു -4. ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും കോമൺ ഡിഫറൻസ് അത് -4 ആണ്. എന്നാൽ മൂന്നാമത്തെ ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. 3 7 12 18 25 എന്നുള്ളതാണ്. അപ്പോൾ 7 - 3 ഈസ് ഇക്വൽ ടു 4 ആണ്. 12 - 7 ഈസ് ഇക്വൽ ടു 5. 18 - 12 ഈസ് ഇക്വൽ ടു 6. 25 - 18 ഈസ് ഇക്വൽ ടു 7. Thus the difference for 2 consecutive term is not the same. 2 തുടർച്ചയായുള്ള സംഖ്യകൾക്കിടയിലുള്ള ഡിഫറൻസ് ഒരിക്കലും ഇവിടെ സെയിം അല്ല. ആദ്യത്തേൽ കിട്ടിയത് 4 ആണ്, രണ്ടാമത്തേൽ കിട്ടിയത് 5 ആണ്, മൂന്നാമത്തേൽ കിട്ടിയത് 6 ആണ്, നാലാമത്തേൽ കിട്ടിയത് 7 ആണ്. അപ്പോൾ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് ഇവിടെ ഒന്നും ഈക്വൽ അല്ലാത്തതുകൊണ്ട് ഇത് അരിത്മെറ്റിക് പ്രോഗ്രഷൻ അല്ല. അതുകൊണ്ട് ഇതൊരിക്കലും അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഇത് അരിത്മെറ്റിക് പ്രോഗ്രഷൻ അല്ല. എന്നാൽ അടുത്ത ലിസ്റ്റ് നോക്കൂ. ഇൻ ദി ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് 2 6 18 54 162 എന്നുള്ള ഇതിൽ നമുക്കറിയാം 6 - 2 ഈസ് ഇക്വൽ ടു 4 ആണ്. 18 - 6 ഈസ് ഇക്വൽ ടു 12 ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെ പാറ്റേൺ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതും അരിത്മെറ്റിക് പ്രോഗ്രഷൻ അല്ല എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് മൊത്തത്തിൽ പറയുമ്പോൾ ജനറൽ nth ടേം ഓഫ് ആൻ അരിത്മെറ്റിക് പ്രോഗ്രഷൻ, ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ്റെ ഇത്രാമത്തെ ടേം എങ്ങനെ കണ്ടെത്തും എന്നുള്ളതാണ് നമുക്ക് പറയുന്നത്. ലെറ്റ് us consider of an arithmetic progression whose first term is a and common difference in d. Let us denote the term of arithmetic progression as t1 t2 t3 tn, where tn denotes the nth term of arithmetic progression. Since first term is a second term is obtained by adding d to a plus d, the third term will be obtained by adding d to a plus d. So the third will be a plus d is equal to a plus 2d and so on. ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷനിൽ നമ്മൾ ഇത്രാമത്തെ സംഖ്യ, ഓരോ സംഖ്യയുടെ തൊട്ടടുത്ത സംഖ്യകൾ കണ്ടെത്തുന്നത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആദ്യത്തെ സംഖ്യയോട് കൂടെ അതിൻ്റെ കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോഴാണ് രണ്ടാമത്തെ സംഖ്യ ലഭിക്കുന്നത് എന്നുള്ളത്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദ ഫസ്റ്റ് ടേം ഈസ് സെക്കൻഡ് ടേം ഈസ് ഒബ്റ്റൈൻഡ് ബൈ ആഡിങ് ഡി. ആ കോമൺ ഡിഫറൻസ് ആയ ഡി എന്നുള്ളത് ഒന്നാമത്തെ സംഖ്യയായ എ എന്നുള്ളതിനോട് കൂട്ടുമ്പോഴാണ് നമുക്ക് രണ്ടാമത്തെ സംഖ്യ ലഭിക്കുന്നത്. അതുപോലെ മൂന്നാമത്തെ സംഖ്യ ലഭിക്കുന്നത് രണ്ടാമത്തെ സംഖ്യയായ എ പ്ലസ് ഡി എന്നുള്ളതിനോട് ഡി എന്നുള്ള കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോഴാണ് രണ്ടാമത്തെ സംഖ്യ ലഭിക്കുന്നത്, മൂന്നാമത്തെ സംഖ്യ ലഭിക്കുന്നത്. അഥവാ എ പ്ലസ് ഡി എന്നുള്ളത് പ്ലസ് ഡി കൊണ്ട് കൂട്ടുമ്പോൾ നമുക്ക് മൂന്നാമത്തെ സംഖ്യ കിട്ടുന്നു. ഇതിനെ എ പ്ലസ് ഡി എന്നുള്ളതിനെ നമുക്ക് എ പ്ലസ് 2d എന്നുള്ള രൂപത്തിൽ എഴുതാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പാറ്റേണിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അഥവാ ഫസ്റ്റ് ടൈം ഈസ് ഇക്വൽ ടു എ, ഫസ്റ്റ് ടൈം എന്നുള്ളത് എ പ്ലസ് 1 - 1 ഇൻറ്റു ഡി. 1 - 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0 ആണ്. 0 ഇൻറ്റു ഡി പറഞ്ഞാൽ ഈസ് ഇക്വൽ ടു 0 തന്നെ ആയിരിക്കും. അതുകൊണ്ട് എ തന്നെയാണ്. T1 ഈസ് ഇക്വൽ ടു എ. T1 എപ്പോഴും എ തന്നെയായിരിക്കും.
എന്നാൽ T2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്ലസ് ഡി, അഥവാ എ പ്ലസ് 2 മൈനസ് 1 ഡി എന്നുള്ളതാണ്. ഈ 2 മൈനസ് 1 ഈസ് ഇക്വൽ ടു 1 തന്നെയാണ്. അപ്പോൾ 1 ഇൻറ്റു ഡി ഈസ് ഇക്വൽ ടു ഇത് ഡി. അത് നമ്മളിവിടെ പറഞ്ഞ പോലെ രണ്ടാമത്തെ സംഖ്യ കിട്ടണമെങ്കിൽ എ പ്ലസ് ഡി ചെയ്യണമെന്ന് പറഞ്ഞതുപോലെ എ പ്ലസ് ഡി എന്നുള്ളതാണ് രണ്ടാമത്തെ സംഖ്യ കിട്ടാൻ. എന്നാൽ മൂന്നാമത്തെ സംഖ്യ കിട്ടാനോ എ പ്ലസ് 2 ആണ്. അതെങ്ങനെ വരുന്നത്? എ പ്ലസ് 2 ആണ് നമ്മൾ പറഞ്ഞു. ഇവിടെ മൂന്നാമത്തെ സംഖ്യ എ പ്ലസ് 2 വഴിയാണ് കിട്ടാന്ന്. അത് നമുക്ക് എ പ്ലസ് 3 മൈനസ് 1 അല്ലേ, ഇവിടെ ഉള്ള T3 ആണ് നമുക്ക് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. ഈ 3 എന്നുള്ളതിനെ 3 ഉള്ളതിൽ നിന്നും 1 മൈനസ് ചെയ്ത് കഴിഞ്ഞതിനോട് കിട്ടുന്ന പ്രൊഡക്റ്റിനോട് ഡി മൾട്ടിപ്ലൈ ചെയ്യുന്ന ഉത്തരമാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. 3 മൈനസ് 1 ഇൻറ്റു ഡി ഈസ് ഇക്വൽ ടു 2D തന്നെയാണ്. 3 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണല്ലോ. അപ്പോൾ എ പ്ലസ് 2D ആണ് T3 കണ്ടെത്താനുള്ള എളുപ്പ വഴി. അതുപോലെ T4 ഉണ്ട്. T4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്ലസ് 3D ആണ്. എ പ്ലസ് 3D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്ലസ് 4 മൈനസ് 1 ഈസ് ഇക്വൽ ടു 3 ഇൻറ്റു ഡി ആണ് ഈ എ പ്ലസ് 3D. അപ്പോൾ T4 കണ്ടെത്താൻ വേണ്ടത് 3D ആയിരിക്കും. എ പ്ലസ് 3D ആണ്. T3 കണ്ടെത്താൻ എ പ്ലസ് 2D ആണ്. T2 കണ്ടെത്താൻ എ പ്ലസ് ഡി ആണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. Can you see any pattern? We observe that each term is a plus term number minus 1 into d. നമ്മൾ തൊട്ട് മുമ്പ് കൊടുത്ത ഈ ഒരു സംഖ്യകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ടേം നമ്പറിൽ നിന്നും അത് ഇവിടെ T4 ആണെങ്കിൽ അതിൽ നിന്നും 1 കുറച്ചതിന് ശേഷം അതിന് ഇൻറ്റു ഡി ചെയ്ത് കഴിഞ്ഞാൽ അതിനോട് ഫസ്റ്റ് സംഖ്യയായ എനോട് കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരമായിരിക്കും T4 എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതാണ് ഇവിടെ പറഞ്ഞത് എ പ്ലസ് ടേം നമ്പർ മൈനസ് 1 ഇൻറ്റു ഡി എന്നുള്ളത്. വാട്ട് വിൽ ബി ദ 10th ടേം? അപ്പോൾ നമുക്ക് പറഞ്ഞ് T10 ആണ് നമ്മളോട് കണ്ടെത്താൻ പറയുമ്പോൾ എ പ്ലസ് 10 മൈനസ് 1 ഇൻറ്റു ഡി ഈസ് ഇക്വൽ ടു എ പ്ലസ് 9D. അപ്പോൾ ഈ 10D കണ്ടെത്താനുള്ള മാർഗം എന്നുള്ളത് എ പ്ലസ് 9D ആയിരിക്കും. Can you know say what will be the nth term or general term clearly? ഇത് നമുക്കൊരു മൊത്തത്തിലൊരു ജനറൽ ടേം പറയാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പറയാം Tn എന്നുള്ളത് ഏതെങ്കിലും ഒരു സംഖ്യ പറയും. ഇപ്പോൾ ഇവിടെ നമ്മൾ T10 ആണ് പറഞ്ഞത്, ഇനി ചിലപ്പോൾ T9 പറയും, T12 പറയും ഒക്കെ പറയുമല്ലോ. അപ്പോൾ അതിന് സൂചിപ്പിക്കാനാണ് എത്രാമത്തെ സംഖ്യ എന്നുള്ളതാണ് nth ടേം എന്നുള്ളതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. Tn. അപ്പോൾ nth ടേമാണ് കണ്ടെത്താൻ പറഞ്ഞതെങ്കിൽ n-1 ഇൻറ്റു ഡി, എ പ്ലസ് n-1 ഇൻറ്റു ഡി ആയിരിക്കും വരിക. നമുക്ക് ഏതായാലും ഉദാഹരണങ്ങൾ പരിശോധിക്കാം. Find the 15th and the nth term of the arithmetic progression. അരിത്മെറ്റിക് പ്രോഗ്രഷൻ്റെ 15ാമത്തെ ടേം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അത് 16, 11, 7, 6, 1, -4, -9 ആണുള്ളത്. ഇയർ എ ഈസ് ഈക്വൽ ടു 16. ഇവിടെ വെറും നമുക്കൊരു 6 സംഖ്യകളാണ് കൊടുത്തിട്ടുള്ളത്. നമ്മളോട് 15ാമത്തെ സംഖ്യ എങ്ങനെയാണ് വരിക എന്നുള്ളതാണ് നോക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ശരിക്കും നമ്മളിത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓരോന്നും ഇങ്ങനെ നോക്കി പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചു nth ടേം കണ്ടെത്താനുള്ളൊരു എളുപ്പ വഴി. അത് വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഇയർ എ ഈസ് ഇക്വൽ ടു 16 ആൻഡ് ഡി ഈസ് ഇക്വൽ ടു 11 അല്ലേ. 11 ഡി ഈസ് ഇക്വൽ ടു 11 മൈനസ് 16 ഈസ് ഇക്വൽ ടു -5. ഇവിടെ 11 ആണ് ഉണ്ടായിരുന്നത്. 11 മൈനസ് 16 ഈസ് ഇക്വൽ ടു -5. അപ്പോൾ ഡി ഈസ് ഇക്വൽ ടു -5 ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ T15 ഈസ് ഇക്വൽ ടു എ പ്ലസ് 15 മൈനസ് 1 ഇൻറ്റു ഡി ഈസ് ഇക്വൽ ടു എ പ്ലസ് 4D. അപ്പോൾ ഡി എന്താണ് നമ്മളിവിടെ പറഞ്ഞു, ഡി ഈസ് ഇക്വൽ ടു -5 എന്ന് പറഞ്ഞു. അപ്പോൾ 14D 14 മൈനസ് 5 16 എ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു 16 ആണ്. 16 പ്ലസ് 14 മൈനസ് 5 ഈസ് ഇക്വൽ ടു 16 മൈനസ് 70 ഈസ് ഇക്വൽ ടു -54. ഓക്കെ, അതുകൊണ്ട് തന്നെ 15th ടേം T15 ഈസ് ഇക്വൽ ടു -54. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ നമ്മൾ കൊടുത്തിട്ടുള്ള പാറ്റേണിൽ 15ാമത്തെ സംഖ്യ വരുന്നത് -54 ആയിരിക്കും എന്നുള്ളതാണ്. Tn ഈസ് ഇക്വൽ ടു എ പ്ലസ് n-1 ഇൻറ്റു ഡി ഈസ് ഇക്വൽ ടു എന്നാണ് പറഞ്ഞത്. ഇവിടെ നമുക്ക് nth ടേം ഓഫ് ദ AP കാണാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ nth ടേമിൻ്റെ സ്ഥാനത്ത് എന്താണ് വരിക നോക്കാം നമുക്ക്. അപ്പോൾ Tn ഈസ് ഇക്വൽ ടു എ പ്ലസ് നമ്മൾ പറഞ്ഞു ഇതിന് ഈ നമ്പർ n-1 ഇൻറ്റു ഡി ആണ്. അപ്പോൾ എ പറഞ്ഞാൽ 16 ആണ്. 16 പ്ലസ് n-1 ഇൻറ്റു ഡി. ഡി പറഞ്ഞാൽ -5 ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. -5 ഈസ് ഇക്വൽ ടു 16 - 5 n + 5 ആയിരിക്കും വരിക.
then 21 minus 5n is equal to tn is equal to 21 minus 5n എന്നുള്ളതായിരിക്കും അതിൻ്റെ ടി എന്നിൻ്റെ സ്ഥാനത്ത് വരിക nth ടേം എന്നുള്ളത്. മറ്റൊരു ഉദാഹരണം നമുക്ക് നോക്കാം. The first term of an arithmetic progression is -3. ഫസ്റ്റത്തെ ടേം എന്നുള്ളത് -3 ആണ്. ആൻഡ് 12th ടേം ഈസ് 41. 12ാമത്തെ ടേമായി വരുന്നത് 41 ഡിറ്റർമിൻ ദ കോമൺ ഡിഫറൻസ് എന്ന രീതി രണ്ട് സംഖ്യകൾക്കിടയിലുള്ള ഡിഫറൻസ് കണ്ടെത്താനാണ്. ഒരു സംഖ്യയുടെ സ്റ്റാർട്ടിങ് -3 ആണ്, 12ാമത്തെ സംഖ്യ എന്നുള്ളത് 41 ആണ്. അതിൻ്റെ ഇടയിലുള്ള ആ പാറ്റേണിലെ ഓരോ സംഖ്യകൾക്കിടയിലുള്ള ഡിഫറൻസ് ആണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും T12 എന്ന് പറഞ്ഞാൽ A+12 - 1 അല്ലേ, 12 - 1 × D = 41 ആണെന്ന് പറഞ്ഞു. എ എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? -3 ആണ്. -3 × 11 × D എത്ര നമുക്ക് തന്നിട്ടില്ല, D ആണ് കണ്ടെത്താനുള്ളത്. -3 + 11 D = നമ്മൾ പറഞ്ഞപ്പോൾ T12 വരുന്നത് 41 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 41 ആണ്. അപ്പോൾ 11 D = 44. കാരണം ഇവിടെ -3 ഉള്ളത്, -3 ഇവിടെ പോകുമ്പോൾ 41 + 3 ആകുമ്പോൾ = 44 ആയി. 44 × 11 D 44, D = 4. ഓക്കെ, there the common difference is 4. അടുത്ത 7.4 എക്സാമ്പിൾ 7.4 ആണ് പറയുന്നത്. The common difference of an arithmetic progression is 5 and the 12th term is 43. Find its term. അതിൻ്റെ ടേമുകൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. We have T10 is equal to A plus 10 minus 1 into D. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കോമൺ ഡിഫറൻസ് നമുക്ക് തന്നിട്ടുണ്ട്, 5 ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ 10th ടേം 10ാമത്തെ ടേം എന്നുള്ളത് 43 തന്നിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ടേമാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം A+10 - 1 D ആണ് T10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ T10 എന്ന് പറഞ്ഞാൽ 10ാമത്തെ സ്ഥാനത്ത് വരുന്നത് 43 ആണെന്ന് പറഞ്ഞു. അപ്പോൾ 43 is equal to A+9 × 5. D എന്നാൽ 5 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ 9 × 5 is equal to 45. ദെൻ A+45. അപ്പോൾ ഈ 43 ഇവിടെ വരുമ്പോൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും A is equal to -2 എന്നുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ പാറ്റേണുകളിൽ നമ്മൾ ഇത്രാമത്തെ സംഖ്യ കണ്ടെത്താൻ നമുക്ക് പല സ്ഥലങ്ങളിലും ആവശ്യമായി വരുന്നതാണ്. ഇങ്ങനെയുള്ള സംഖ്യകളും ഇങ്ങനെ ലോജിക്കൽ റീസണിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ പാറ്റേണുകൾ കണ്ടെത്താൻ നിരവധി തവണ വരും. അപ്പോൾ അരിതമെറ്റിക് പ്രോഗ്രഷൻ ആണെങ്കിൽ നമുക്ക് ഈ സിമ്പിൾ മെത്തേഡ് വഴി ഏത് സംഖ്യകളും എവിടെയുള്ള സംഖ്യകളും നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. ഈ വീഡിയോയിൽ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്.